പ്രിയ വർഗീസ് കേസിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം UGC ചട്ടം തെറ്റായി വ്യാഖ്യാനിച്ചതായി തോന്നുന്നുവെന്ന് കോടതി വാക്കാലാണ് പരാമർശം നടത്തിയത്. എന്നാൽ ഇതിൽ വിശദമായ മറുപടിയുണ്ടെന്ന് പ്രിയയുടെ അഭിഭാഷകൻ അറിയിച്ചു. ഹർജികൾ 4 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, സുപ്രീം കോടതിയുടെ വാക്കാലുള്ള പരാമർശം ഇരുതരത്തിലാണ്. മറ്റു വിവരങ്ങൾ കൂടി. UGC ചട്ടങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി തോന്നുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായുള്ള പ്രിയ വർഗീസിന്റെ നിയമനം ചട്ടവിരുദ്ധമാണെന്ന് കാട്ടിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായത്. എന്നാൽ ഇത് ചട്ടവിരുദ്ധമായിട്ടല്ല തന്റെ നിയമനം നടന്നതെന്നാണ്. അതിന് തനിക്ക് സമയം വേണമെന്നും പ്രിയ വർഗീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി 4 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ കേസ് പരിഗണിക്കും. കണ്ണൂർ സർവകലാശാലയിൽ ഈ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് തന്നെ വിദഗ്ധ സംഘമാണ് തെരഞ്ഞെടുത്തതെന്നാണ് പ്രിയ വർഗീസ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച ശേഷമാണ് നിയമനം നടന്നത്. അതേപോലെ തന്നെ ഇതിൽ ചട്ടവിരുദ്ധമായൊന്നും നടന്നിട്ടില്ല എന്ന് നേരത്തെ സംസ്ഥാന സർക്കാരും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ നിയമനങ്ങൾ UGC ചട്ടങ്ങളെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണെന്നുള്ള ഹർജി ഡോക്ടർ ജോസഫ് സക്കറിയയാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2ാമത്തെ സത്യവാങ്മൂലമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇതിലിപ്പോൾ പ്രിയ വർഗീസിന് 4 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ അവരുടെ സത്യവാങ്മൂലം നൽകുവാൻ അവർക്ക് കോടതി സമയം അനുവദിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.